ഹായ് മൈ വേ ഓഫ് ട്രാവൽ ആൻഡ് കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മളെ അത്ഭുതമല്ലേ, നമ്മളെ ഒരു സ്വന്തം നാഷണൽ ഹൈവേയിലാണ് ഞാനുള്ളത്. NH-66. ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1 മാസത്തോളമായി. എന്നാൽ ഇപ്പൊ എനിക്ക് ഇതിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടായത്. അപ്പൊ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് ഇതെല്ലാം കാണിച്ചു കൊടുക്കണ്ടേ ഒന്ന്. നമുക്ക് ഈ ഇതിലോട്ട് ഒന്ന് യാത്ര ചെയ്യാലോ. ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂര് വരെയാണ്. അപ്പൊ നമുക്ക് ഈ യാത്രയിൽ എല്ലാ കാഴ്ചകളും കാണാലോ. വാ പോകാലോ. എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കിക്കോ. മുഴപ്പിലങ്ങാട് വിട്ടു. ഒരു സൈഡിൽ 3 വരിയാണ്. ഈ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ലോ ട്രാക്കാണ്. സ്ലോ ട്രാക്കിന്ന് നമുക്ക് കുറച്ചുകൂടി സ്പീഡ് പോകണമെങ്കിൽ നമ്മൾ ആ റിഡ്സ് പോകുന്നില്ലേ, ആ ട്രാക്കിലേക്ക് പോവുക. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രാക്കാണ് റൈറ്റ് സൈഡിലുള്ളത്, ഫാസ്റ്റ് ട്രാക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയണ്ടേ, ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മുടെ മലബാറിലെ ടൂറിസം എല്ലാം ഭയങ്കര ഡെവലപ്പ് ചെയ്യും. നമ്മുടെ നാടാകെ മാറും. ഞാനിപ്പോ ദുബായിലൊക്കെ പോയായിരുന്നു. ആ സ്ഥലത്തൊക്കെ റോഡാണ് ഏറ്റവും വലിയ ആ ഡെവലപ്മെന്റിന്റെ ആ മുഖച്ഛായ. ആരും ആദ്യം വന്ന് ഇറങ്ങുക നമ്മളെ റോഡിലല്ലേ. അപ്പോ നമ്മുടെ നാടിന് ഏറ്റവും വലിയൊരു ഇതാണ് ഈ ഒരു ഹൈവേ. ഇപ്പൊ 1 മാസമായി നമ്മളെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഈ ഒരു ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ കണ്ട, ഇവിടെ ഫാസ്റ്റ് ടാഗ് ഒക്കെ ഉണ്ട്, ഫാസ്റ്റ് ടാഗ് സ്പോട്ടൊക്കെ ഉണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം തൽക്കാലം അത് ചെയ്യുന്നില്ല. അപ്പോ നമുക്ക് തൽക്കാലം ടോൾ കൊടുത്തിട്ട് തന്നെ പോവാം. ഇതൊരു പാലാണ്, കണ്ട. ഈ പാലത്തിനുള്ള വ്യൂ അങ്ങ് നല്ല വ്യൂ ആണ്. അഞ്ചരക്കണ്ടി പുഴയാണ് നമ്മളിപ്പം കടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്, പെങ്ങളും ഉണ്ട്, അമ്മയും ഉണ്ട്. നമ്മൾ ഒന്ന് കാലിക്കറ്റിലേക്ക് പോകുന്നതാണ്. അപ്പം ഈ ഒരു ബൈപ്പാസ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അമ്മ കുറെ വീഡിയോയിൽ എടുത്തിട്ട് മേലൂരിലേക്ക് പോകുന്ന വഴി ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി മേലൂരാണ്. നമുക്ക് എക്സിറ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താ പറയണ്ടേ, ഇത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം വരുന്നുണ്ട്. നമ്മുടെ നാട് മാറുമ്പോൾ, ലോകം മാറുമ്പോൾ നമ്മുടെ നാടും മാറുന്നുണ്ട്. ദുബായ് പോലെ തന്നെ എനിക്ക് ഫീൽ. ദുബായ് ഇനിക്കാട്ടി നല്ല ഫീലാണ്. ദുബായ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലും കെട്ടിടങ്ങളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വെച്ചാൽ 2 സൈഡിലും നല്ല ഗ്രീനറി ആയിട്ടുള്ള തെങ്ങുകളും പച്ചപ്പും അതേപോലെയുള്ള ഇതാണ്. അപ്പൊ നമ്മുടെ നാട് അത്രയും നല്ല ക്ലൈമറ്റും കാര്യമല്ലല്ലേ ബാക്കിയുള്ള ഫോറിൻ കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്. നല്ല രസമില്ല. ഈ ഒരു സൈഡിൽ 3 ട്രാക്ക്, അടുത്ത സൈഡിൽ 3 ട്രാക്ക്. ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്. അപ്പൊ കോയമ്പത്തൂർ എത്രയോ വർഷം മുമ്പ് തന്നെ ഇതേപോലത്തെ റോഡ്സ് ഉണ്ട്. അവനാശി റോഡ് എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെയൊക്കെ ഇതേപോലത്തെ റോഡാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ റോഡ് വരണം എന്നുള്ളത്. അപ്പോ ഇത് വന്നോണ്ട് വളരെ ഹാപ്പിയാണ്. ഇപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യാനും അധികം വണ്ടികളൊന്നും ഈ ഒരു റോഡിലില്ല. അച്ഛൻ ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ എത്ര വർഷമായി ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്? 1974. അപ്പൊ അച്ഛന്റെ ഒരു അഭിപ്രായം ഈ റോഡിനെ പറ്റി? ഈ റോഡ് വന്നാൽ നമ്മളെ നാട് എന്ന് വെച്ചാല് ഭയങ്കര വികസനം ഉണ്ടാവും. കേരളം കുതിക്കും, ഇന്ത്യ കുതിക്കും. ഗൾഫ് ലൈസൻസ് ഞാൻ ഗൾഫിലെ വണ്ടി ഓട്ടിയ ആളാണ്. അതേപോലെ ഒരു ഫീൽ ഇല്ലേ? ഉണ്ട്. നല്ല അടിപൊളി റോഡാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വന്നാൽ നമുക്ക് നല്ലല്ലേ, ഒരു K2K റൈഡൊക്കെ അടിക്കാലോ. ഇത് കണ്ണൂർ എയർപോർട്ടിലേക്കെല്ലാം പോകണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്താൽ കണ്ണൂർ എയർപോർട്ടിലേക്കെല്ലാം പോവാം. എല്ലാത്തിനും എക്സിറ്റും ഉണ്ട്. അതുകൊണ്ട് വളരെ നല്ലതാണ്. എല്ലാ സ്ഥലത്തും ഫാസ്റ്റ് ടാഗിന്റെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ നാട് തന്നെയാണെന്ന് നമുക്കൊരു സംശയം തോന്നുന്നു. അത്ര ഒരു ഭയങ്കര ഡെവലപ്മെന്റ് ആണ്. നമ്മളെ ഇതിന്റെ മെയിൻ ആൾക്കാർ കേന്ദ്രവും കേരള ഗവൺമെന്റുമാണ്. അപ്പോൾ 2 ആൾക്കാർക്കും നമ്മൾ ഭയങ്കരമായിട്ട്, എന്റെ ഇതില് ഞാൻ പറയുന്നതാണ്, വേറെ രാഷ്ട്രീയവും കാര്യങ്ങളൊന്നുമല്ല. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെ വളരെ നല്ലൊരു അഭിനന്ദനങ്ങൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് യാഥാർത്ഥ്യമായതുകൊണ്ട് എത്ര ആൾക്കാർക്ക് ദുരിതം അനുഭവിക്കുന്ന ഈ ലോറിക്കാരും അവരൊക്കെ ആ ഒരു ചെറിയ റോഡിലോട്ടല്ലേ തലശ്ശേരി മാഹി കടന്നു പോകുന്നത്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു റോഡ് വന്നത്. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും, കേന്ദ്രമാണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും, അവർ രണ്ടാളും ഒരുമിച്ച് അവരെടുത്ത ഡിസിഷനാണ്, ഒരുമിച്ച് അവർ കൈകോർത്തിയാണ്. അപ്പൊ നമ്മളെ കേരളത്തിൽ രാഷ്ട്രീയവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നല്ലോണം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ റോഡുകളും വരും. നമ്മുടെ നാട് വികസിക്കും. നമ്മുടെ നാട് വികസിക്കുമ്പോൾ നമ്മൾ ലോകത്തിന് മുമ്പിൽ നമ്മൾ തോറ്റുപോകില്ല. എല്ലാ നാടും നല്ല റോഡാണ്. നമുക്കിതാ ടോൾ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടോളിൽ ഇതാ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലെയിൻ 1 കാറ്, ജീപ്പ്, വാന്. ലെയിൻ 2 ബസ്സും ട്രക്കും. അപ്പോൾ നമ്മളെ ഓരോ ഇതിന് കാറിന് വരുന്നത് 65 രൂപയാണ്. പിന്നെ ലോറിക്ക് വരുന്നത് 105. പിന്നെ 245 ട്രക്ക്, 350 വലിയ ട്രക്ക്, ഏറ്റവും വലുത് 425.
നമ്മളിത് 130 രൂപയാണ് വൺ സൈഡ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് കൊടുത്തു. അവിടെയൊക്കെ ക്യാമറ ഒക്കെ ഉണ്ട്. എന്താ നല്ല കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞു. കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുണ്ടോ സംശയമുണ്ട്. ആ ബില്ല് വേണം. ഇപ്പം നമുക്ക് 130 രൂപയാണ് നമുക്ക് വൺ സൈഡ് പോകാൻ വേണ്ടിയിട്ട് ആയത്. ഇപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് ട്രാക്കിലാണ്. 3ാമത്തെ ഫാസ്റ്റ് ട്രാക്കിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു കുന്നൊക്കെ ഉണ്ട്. കുന്നിങ്ങനെ ഇറങ്ങി വരുകയും നമ്മള് കുറെ കുന്നൊക്കെ ഇത് ഇവിടെ ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുറെ കുന്നൊക്കെ കുറച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും നിങ്ങൾക്ക്. നല്ല രീതിയിൽ കുന്ന് കുറച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഫാസ്റ്റ് ട്രാക്കിന്ന് സെൻട്രൽ പിന്നെ ട്രാക്ക് കയറുമ്പോൾ സൈനിലിട്ടിട്ട് സെന്റർ ട്രാക്കായി ഇത്. അപ്പൊ നമ്മൾ ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കണം. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടണം. എല്ലാം പഴയ രീതിയിൽ നമ്മള് അങ്ങനെ എല്ലാരും കുറ്റം പറയുന്നില്ല. ചില ആൾക്കാരൊക്കെ റാഷ് ഡ്രൈവ് ചെയ്യും. അവര് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു ഇൻഡിക്കേറ്ററും ഒരു കാര്യമില്ലാതെ ലക്കാനില്ലാതെ പോകും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു റോട്ടിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് മലബാർ ക്യാൻസർ സെന്ററിലേക്ക് പോകുന്ന ലെഫ്റ്റ് ആണ്, കോഴിക്കോട് സ്ട്രെയിറ്റ്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എല്ലാ വണ്ടികളും നല്ല സ്പീഡിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ പോലെ എല്ലാ 2 വീലേഴ്സും മിറർ വെക്കണം. അതേപോലെ ഗ്ലാസ്സിൽ നോക്കിയിട്ട് വേണം ഓടിക്കാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയാ നോക്കിയാ. സോ പ്രൗഡ്. ഭയങ്കര ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത്രയും നല്ലൊരു ഇതാണ് നമുക്ക് ഈ ഒരു ഹൈവേ തരുന്നത്. നമ്മുടെ നാട് മലബാർ എന്ന് പറയുന്നത് നാടങ്ങനെ മാറും. ടൂറിസ്റ്റുകളെല്ലാം ഇംഗ്ലീഷുകാരൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിരിക്കും. ഇതിപ്പോ അച്ഛനിത് വീണ്ടും സിഗ്നൽ ഇട്ട് ഫാസ്റ്റ് ട്രാക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോ വണ്ടി വളരെ കുറവാണ് ശരിക്കും. നമ്മള് ഇപ്പം തലശ്ശേരി മാഹിയിലൂടെ പോകുന്നതാണെങ്കിൽ നമ്മൾ ഒറ്റ ലൈനിലൂടെ പോകുന്നതാണെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും അധികം വണ്ടിയുള്ള പോലെ തോന്നുന്നില്ല. ഇത് വലിയ റോഡായോണ്ടാന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അധികം വണ്ടി കൂടുതൽ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നില്ല. നല്ലോണം റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം. അതേപോലെ നമ്മൾ ഇനി വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അവർ കാലിക്കറ്റും അവർക്ക് എല്ലാം പോകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നല്ല സ്പീഡിൽ പോയിട്ട് വരാം. ടൈം ഒരു പണ്ടെല്ലാം വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ മാമനെയൊക്കെ കൂട്ടാൻ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ദിവസമാണ് എയർപോർട്ടിൽ പോയിട്ട് വരണമെങ്കിൽ ഒരു ദിവസം കറക്റ്റ് ആണ്. പിന്നെ പിറ്റേ ദിവസം ക്ഷീണം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഇനി അങ്ങനെയൊന്നും വേണ്ട. കാലിക്കറ്റൊക്കെ പോകാൻ ഈ റോഡ് എല്ലാം വന്നു കഴിഞ്ഞാൽ അത്രയും എളുപ്പമായിരിക്കും. ഒരു ഉച്ചയാകുമ്പോൾ തന്നെ നമുക്ക് പോയിട്ട് വരേണ്ട രീതിയിലേക്ക് ആവും. ഇതൊരു ചെറിയൊരു ഇറക്കം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഫാസ്റ്റ് ട്രാക്കിലൂടെയാണ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മംഗലാപുരമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലെ റോഡെല്ലാം വരണമെന്ന്. അപ്പൊ അത് യാഥാർത്ഥ്യമായി. അതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒരു 20 മിനിറ്റ്സ് ആയി നമ്മൾ ഈ റോഡിലൂടെ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ അമ്മേനോട് ചോദിച്ചു നോക്കാം അമ്മേന്റെ അഭിപ്രായം. അടിപൊളി യാത്ര, നല്ല റിലാക്സ് ചെയ്ത്. ഞാനിപ്പം വിചാരിക്കും ഞാനിപ്പം ഗൾഫിലാന്നുള്ളിയുള്ളേ. ഗൾഫിലൂടെ റോഡിലേക്കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ്. സന്തോഷം, ഭയങ്കര സന്തോഷമാണ് ഇതിലൂടെയെല്ലാം പോകുമ്പോ. നമ്മളെ നാടും വികസിക്കല്ലേ ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷായി. ഈ 3 വരി പാത അപ്പുറവും 3 വരി പാത ഇപ്പുറവും ആയിട്ട് പോകുന്ന ആ യാത്രയൊക്കെ അടിപൊളി. നന്നായിട്ടുണ്ട്. നമ്മളെ സർക്കാർ, കേന്ദ്ര സർക്കാരിലും നന്നായിട്ട്, കേരള സർക്കാരും എല്ലാവരും പ്രയത്നിച്ചാലല്ലേ എല്ലാം വികസനം ഉണ്ടാവും. അതിനൊരു തടസ്സം ഇല്ലാണ്ട് ഇത്ര വരെ എത്തിയില്ലേ. നമ്മൾ ചാലക്കെല്ലാം അടിപൊളിയായിട്ട് വേഗത്തിൽ നടക്കുന്നുണ്ട് പണി. എല്ലാവരുടെയും സർവീസ് റോഡെല്ലാം ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല യാത്ര ചെയ്യാൻ. ഇത് തന്നെ ഇപ്പം ബ്ലോക്കൊന്നും ഇല്ലല്ലോ. നമ്മൾ എത്ര ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ മെല്ലനെ പോകും. ആ യാത്രയെല്ലാം നമുക്കൊരു മടുപ്പാണ്. ഇത് ഇപ്പൊ നല്ല സുഖമായിട്ട്, നല്ല കംഫർട്ടായിട്ട്, നല്ല റിലാക്സ് ആയിട്ടുള്ള യാത്രയാണ്. അടിപൊളിയാണ് കേട്ടാ. നമ്മളെ നാട് വികസിക്കുമ്പോൾ നമുക്കും ഒരു പ്രൗഡല്ലേ മറ്റുള്ള ആൾക്കാരെല്ലാം കാണുമ്പോ. വിദേശികളൊക്കെ വരുമ്പോ നമ്മള് കേരളവും നമ്മളെ ഇന്ത്യയും ഒക്കെ വികസിച്ചു വരുന്നല്ലേ. അടിപൊളി, നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് എന്റെ പെങ്ങളെടുത്ത് ചോദിക്കാം നമുക്ക് ഓൾ അഭിപ്രായം, ഓൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ റോഡിൽ യാത്ര ചെയ്തതിന്. ശരിക്കും പറഞ്ഞാല് നല്ലൊരു കൺസ്ട്രക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ പൊതുവെ കണ്ണൂർ കാലിക്കറ്റ് യാത്രകൾ അധികവും നമ്മളെ സാധാരണ ഇങ്ങനെയുള്ള റോഡല്ലല്ലോ, സാധാരണ റോഡിലേക്ക് കൂടിയാ പോവാറ്. അപ്പൊ എപ്പോഴും ബ്ലോക്കും. അപ്പോൾ ശരിക്കും യാത്ര ഭയങ്കര ഹെക്ടിക് ആണ്. എനിക്കിഷ്ടമല്ല യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇന്ന് അച്ഛൻ പറഞ്ഞു നമ്മളെ പിന്നെ പുതിയ ഹൈവേ, നാഷണൽ ഹൈവേ റെഡി ആയിട്ടുണ്ട്, അപ്പൊ പിന്നെ നമുക്ക് അതിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ. അപ്പോ കണ്ടപ്പോ ഭയങ്കര സൂപ്പർബായിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. എല്ലാത്തിനും നമ്മൾ താങ്ക്ഫുൾ ആണ്. നമുക്ക് യാത്ര ഈസി ആവുന്നുണ്ട്, പിന്നെ മടുപ്പിക്കുന്നില്ല, ബോറടിക്കുന്നില്ല, നമുക്ക് എല്ലാം കൊണ്ടൊരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ, താങ്ക് യു ടു കേരള ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. ഇത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ചൊക്ലി എത്തി, ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ മാഹി. ഇതാണ് ഫസ്റ്റ് സിഗ്നൽ കേട്ടാ. നമ്മളെ മുഴപ്പിള്ളങ്ങാട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് സിഗ്നൽ ആണ് ഇവിടെ. നമ്മളിതാ മാഹി കഴിഞ്ഞു അഴിയൂരിൽ എത്തി. എത്ര പെട്ടെന്ന് എത്തിയല്ലേ? 18 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. വളരെ തുച്ഛമായ സമയം എടുത്തില്ല. നല്ല കിടിലം. ഇപ്പൊ നമ്മളിത് അഴിയൂരെത്തി കേട്ടാ. ഇത് ഹൈവേ അവസാനിച്ച് ഇവിടെ നമ്മളെ എത്ര പെട്ടെന്നറിയാം ഇവിടെ എത്തിയത്. നല്ല യാത്രയായിരുന്നു, നല്ല സുഖമുള്ള ഒരു യാത്രയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ റൂട്ട് വേഗത്തിൽ തന്നെ നമ്മളെ കേരളത്തിൽ ഫുള്ള് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വേഗത്തിൽ വരട്ടെ. ഈ ഇതിലെല്ലാ ഭാഗവാക്കായ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും ബാക്കി എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കിക്കോ.